ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. ലെവൽ 33 ഒന്നാമത്തെ ചോദ്യം, ഹാർഡ് സ്റ്റിയറിംഗിന് കാരണമാകുന്നത് എന്താണ്? ഓപ്ഷൻസ്: മോശമായി തേഞ്ഞ ടയർ, അളവിൽ കൂടുതൽ വായു ടയറിൽ നിറക്കുന്നത് കൊണ്ട്, ടയറിൽ വായു അളവിൽ കുറഞ്ഞു പോയതുകൊണ്ട്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഹാർഡ് സ്റ്റിയറിംഗിന് കാരണമാകുന്നത് എന്ത്? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ടയറിൽ വായു അളവിൽ കുറഞ്ഞു പോയത് കൊണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഒരു ട്രക്കിൽ ചരക്ക് കമ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകാവുന്ന ആളുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: അധികമായി ഒരാൾ, പെർമിറ്റിൽ കാണിച്ചിരിക്കും പ്രകാരം, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രകാരം. മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയുത്തരമല്ല. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നും ശരിയുത്തരമില്ല. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇരുചക്ര വാഹനത്തിന്റെ അടിസ്ഥാന സുരക്ഷാ ആവശ്യകതകൾ എന്തൊക്കെയാണ്? ആവശ്യകതകൾ: ഓപ്ഷൻസ്: സാരി ഗാർഡ്, ഇരുവശത്തും പില്യൺ റൈഡർക്കുള്ള ഫുഡ് റെസ്റ്റ്, പില്യൺ ഹാൻഡിൽ. മുകളിൽ പറഞ്ഞവയെല്ലാം. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. നാലാമത്തെ ചോദ്യം, വിഭജിക്കാത്ത റോഡിൽ നീളത്തിൽ റോഡിന്റെ മധ്യഭാഗത്ത് തുടർച്ചയായ വെള്ളവരകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: മുന്നറിയിപ്പ് വരകൾ മറികടക്കാൻ പാടില്ല, മറുവശത്ത് നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ മറികടക്കാം, ജാഗ്രതയോടെ മറികടക്കുക. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, മറികടക്കാൻ പാടില്ല. അഞ്ചാമത്തെ ചോദ്യം, റോഡിന്റെ കാരേജ് വേയുടെ എഡ്ജ് ലൈനിൽ ഇടവിട്ടുള്ള വരകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ലൈൻ മുറിച്ചു കടക്കരുത്, പാർക്കിംഗ് ഏരിയ, ഒരു ക്രോസ് റോഡിനെ സൂചിപ്പിക്കുന്നു, തുടരുന്നതിന് മുമ്പ് നിർത്തുക. ഇതിന് ആൻസർ വരുന്നത് ഒരു ക്രോസ് റോഡിനെ സൂചിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 6, റോഡിന്റെ മധ്യഭാഗത്ത് ലാഡർ ഹാച്ചിങ് അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: ഒരു മീഡിയന് തുല്യവും ഓവർടേക്കിംഗും നിരോധിച്ചിരിക്കുന്നു, എതിർവശത്തു നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മറികടക്കാം, ഇരുവശത്തും ഓവർടേക്കിംഗ് അനുവദിച്ചിരിക്കുന്നു, വാഹനങ്ങൾ മധ്യഭാഗത്ത് പാർക്ക് ചെയ്യാം. ഇതിന്റെ ആൻസർ വരുന്നത് ഒരു മീഡിയന് തുല്യവും ഓവർടേക്കിംഗും നിരോധിച്ചിരിക്കുന്നു. ഓപ്ഷൻ എ ആണ്. ഏഴാമത്തെ ചോദ്യം, ബോർഡർ ലൈനിൽ റിവേഴ്സ് ഹാച്ച് അടയാളങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ഏഴാമത്തെ ചോദ്യം, ബോർഡർ ലൈനിൽ റിവേഴ്സ് ഹാച്ച് അടയാളങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? റിസർവ് ചെയ്ത പാർക്കിംഗ് ഏരിയ, അടിയന്തര ഓവർടേക്കിംഗ്, വാഹനം പാർക്ക് ചെയ്യാനോ ഓടിക്കാനോ പാടില്ല, സൈഡ് റോഡ് സൂചന. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വാഹനം പാർക്ക് ചെയ്യാനോ ഓടിക്കാനോ പാടില്ല. എട്ടാമത്തെ ചോദ്യം, റോഡിൽ സ്ലിപ്പറി റോഡ് അടയാളം കാണുന്നിടത്ത് ഡ്രൈവർ. ഓപ്ഷൻസ്: ഗിയർ മാറ്റി വേഗത കുറയ്ക്കുക, വേഗത കുറയ്ക്കാൻ സഡൻ ബ്രേക്ക് ഉപയോഗിക്കുക, നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നു എങ്കിൽ അതേ വേഗതയിൽ തുടരുക, വഴുക്കൽ ഒഴിവാക്കാൻ ബ്രേക്കിനൊപ്പം ക്ലച്ചും അമർത്തുക. റോഡിൽ സ്ലിപ്പറി റോഡ് അടയാളം കാണുന്നുണ്ടെങ്കിൽ. ഇതിന്റെ ആൻസർ വരുന്നത് ഗിയർ മാറ്റി വേഗത കുറയ്ക്കുക. ഓപ്ഷൻ എ ആണ്. ഒമ്പതാമത്തെ ചോദ്യം, സിഗ്നൽ ലൈറ്റോ പോലീസുകാരോ ഇല്ലാത്ത ഒരു കവലയിൽ എത്തുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത്? ഓപ്ഷൻസ്: മറ്റ് റോഡുകളിൽ നിന്ന് കവലയിലേക്ക് വരുന്ന ഗതാഗതത്തിന് വഴി നൽകുക, ശരിയായി സിഗ്നൽ നൽകി ഹോൺ മുഴക്കി മുന്നോട്ട് പോകുക, നിങ്ങളുടെ വലതുവശത്ത് നിന്ന് കവലയിലേക്ക് അടുക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, ശേഷം ആവശ്യമായ സിഗ്നലുകൾ നൽകിയ ശേഷം മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഇടതുവശത്ത് നിന്ന് കവലയിലേക്ക് അടുക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, ശേഷം ആവശ്യമായ സിഗ്നലുകൾ നൽകിയ ശേഷം മുന്നോട്ട് പോകുക. ഇതിപ്പോൾ ആപ്പിൻ്റെ എററാണ്. 2 ക്വസ്റ്റ്യൻസ് ഒരേ രീതിയിലാണ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത്. ഇങ്ങനെ നിങ്ങൾക്ക് ചില കമൻസൊക്കെ ഞാൻ കണ്ടിട്ടായിരുന്നു, ഇങ്ങനെ തന്നെ എക്സാമിനും വരുന്നതായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈ സിയും ഡിയും തന്നെയാണ്. നമ്മൾ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. 10ാമത്തെ ചോദ്യം, എന്താണ് ടെയിൽ ഗേറ്റിംഗ്? അപകടകരമായ രീതിയിൽ വാഹനത്തിന് മുന്നിൽ വളരെ അടുത്തുള്ള ഡ്രൈവിംഗ്, വാഹനത്തിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കൽ, മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് കുറഞ്ഞത് 7 മീറ്ററെങ്കിലും അകലം പാലിക്കൽ, മുന്നിലുള്ള വാഹനത്തിന്റെ തൊട്ട് പിന്നിൽ വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് മുന്നിലുള്ള വാഹനത്തിന്റെ തൊട്ട് പിന്നിൽ വാഹനം ഓടിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. 11ാമത്തെ ചോദ്യം, എന്താണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ്? ഓപ്ഷൻസ്: മറ്റുള്ള ഡ്രൈവർമാരുടെയും റോഡ് ഉപയോക്താക്കളുടെയും ട്രാഫിക് നിയമങ്ങളും
റോഡ് അടയാളങ്ങളുടെയും ലംഘനം മുൻകൂട്ടി കണ്ടുകൊണ്ട് ജാഗ്രതയോടെ വാഹനമോടിക്കുക. ബി. റോഡ് അടയാളങ്ങൾ പരിഗണിക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ള ഡ്രൈവിംഗ്. സി. മറ്റ് റോഡ് ഉപയോക്താക്കൾ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ജാഗ്രത പുലർത്തുമെന്ന അനുമാനത്തിൽ വാഹനമോടിക്കുന്നത്. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. എന്താണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ്? മറ്റുള്ള ഡ്രൈവർമാരുടെയും റോഡ് ഉപയോക്താക്കളുടെയും ട്രാഫിക് നിയമങ്ങളും റോഡ് അടയാളങ്ങളും ലംഘനം മുൻകൂട്ടി കണ്ടുകൊണ്ട് ജാഗ്രതയോടെ വാഹനമോടിക്കുക. റോഡ് അടയാളങ്ങൾ പരിഗണിക്കാതെ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ള ഡ്രൈവിംഗ്. മറ്റ് റോഡ് ഉപയോക്താക്കൾ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ജാഗ്രത പുലർത്തുമെന്ന അനുമാനത്തിൽ വാഹനമോടിക്കുന്നത്. മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. മറ്റു ഡ്രൈവർമാരുടെയും റോഡ് ഉപയോക്താക്കളുടെയും ട്രാഫിക് നിയമങ്ങളും റോഡ് അടയാളങ്ങളും ലംഘനം മുൻകൂട്ടി കണ്ടുകൊണ്ട് ജാഗ്രതയോടെ വാഹനമോടിക്കുക. 12. ലോറികളിൽ ചരക്കുകൾ കയറ്റുമ്പോൾ. ഓപ്ഷൻസ്: 30 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം. ബി. ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാൻ പാടില്ല. സി. 50 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം. ഡി. 100 സെൻറ്റിമീറ്റർ വരെ ഇരുവശത്തേക്കും ചരക്കുകൾ തള്ളി നിൽക്കാം. അപ്പം ഇതിൻ്റെ ആൻസർ ചരക്കുകൾ തള്ളി നിൽക്കാൻ പാടില്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം. റൗണ്ട് അബൌട്ടിൽ വാഹനം ഉള്ളപ്പോൾ. ഓപ്ഷൻസ്: റൗണ്ട് അബൌട്ടിൽ പ്രവേശിക്കുന്ന വാഹനങ്ങൾക്ക് മുൻഗണന, റൗണ്ട് അബൌട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് മുൻഗണന, റൗണ്ട് അബൌട്ടിൽ തുടരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന. മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് റൗണ്ട് അബൌട്ടിൽ തുടരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന. ഓപ്ഷൻ സി ആണ്. 14. പൊതുസ്ഥലത്ത് ഒരു വാഹനത്തെ അപകടകരമായ നിലയിൽ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ MV ആക്ട് ലംഘിക്കുകയാണ്. ഓപ്ഷൻസ്: വകുപ്പ് 121, വകുപ്പ് 122, വകുപ്പ് 185, വകുപ്പ് 129. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വകുപ്പ് 122 ആണ്. 15. ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് നിയന്ത്രണമുള്ള വാഹനം ഉപയോഗിക്കുമ്പോൾ. ഓപ്ഷൻസ്: ഒരു മുന്നറിയിപ്പ് ബോർഡ്, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് പ്രദർശിപ്പിക്കുക. ബി. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക് സിഗ്നലിന് ഉപകരണം ഉപയോഗിക്കുക. സി. മുകളിൽ പറഞ്ഞ രണ്ടും ഉപയോഗിക്കുക. ഡി. ലെഫ്റ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് വാഹനങ്ങൾ ഓടിക്കാൻ അനുവാദമില്ല. ഇതിന് ആൻസർ മുകളിൽ പറഞ്ഞ രണ്ടും ഉപയോഗിച്ച്. ഓപ്ഷൻ എയും ബിയും ആണ് ആൻസർ. 16. ചുവപ്പ് ഓർ പർപ്പിൾ റോഡ് മാർക്കിങ്ങുകൾ പ്രാഥമികമായി ഉപയോഗിക്കുന്നത്. ഓപ്ഷൻസ്: അപകടം മനസ്സിലാക്കാൻ ആളുകളെ സഹായിക്കുന്നു. സുഗമമായ ഗതാഗതം മനസ്സിലാക്കാൻ. സി. തിരക്കേറിയ റോഡുകൾ അറിയാൻ. ഡി. കാഴ്ചക്കുറവുള്ള റോഡുകൾ തിരിച്ചറിയാൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അപകടം മനസ്സിലാക്കാൻ ആളെ സഹായിക്കുന്നതിന്. ഇനി 17. മോട്ടോർ സൈക്കിൾ യാത്രക്കാർ സാധാരണയായി അപകടമുണ്ടാക്കുന്നത് എങ്ങനെയാണ്? അമിത വേഗത, ട്രിപ്പിൾ റൈഡിംഗ്, സിഗ്സാഗ് രീതിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് വാഹനങ്ങളെ വളരെ അടുത്തുകൂടി കടന്നു പോകുന്നത്. മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എയും ബിയും സിയും ആണ്. അതായത് മുകളിൽ പറഞ്ഞവയെല്ലാം. ഡി ആണ് ആൻസർ. 18. ഒരു യു ടേൺ എടുക്കുന്നതിന് മുമ്പ് ഒരു ഡ്രൈവർ എന്താണ് പരിശോധിക്കേണ്ടത്? ഓപ്ഷൻസ്: എതിർദിശയിലെ ഗതാഗതം മാത്രം. ബി. കാലാവസ്ഥാ സാഹചര്യം. സി. ബ്ലൈൻഡ് സ്പോട്ടുകളും എല്ലാ ദിശയിലേക്കുള്ള ട്രാഫിക്കും. ഡി. വാഹനത്തിന് ഇന്ധനനില. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബ്ലൈൻഡ് സ്പോട്ടുകളും എല്ലാ ദിശകളിലുമുള്ള ട്രാഫിക്കും. 19. എപ്പോഴാണ് വലതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റൈറ്റ് ഓഫ് വേ നിയമം ബാധകമാകാത്തത്? ഓപ്ഷൻസ്: വാഹനം പാർക്ക് ചെയ്തിരിക്കുമ്പോൾ, ട്രാഫിക് ലൈറ്റുകളോ അടയാളങ്ങളോ ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടുമ്പോൾ, വാഹനങ്ങൾ പതുക്കെ നീങ്ങുമ്പോൾ, റോഡ് ശൂന്യമായപ്പോൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ട്രാഫിക് ലൈറ്റുകളോ അടയാളങ്ങളോ ഉപയോഗിച്ച് നിയന്ത്രിക്കപ്പെടുമ്പോൾ. 20ാമത്തെ ചോദ്യം. ഒരു ഇൻ്റർസെക്ഷനിൽ ഗതാഗതം സ്തംഭിച്ചാൽ ഡ്രൈവർ എന്തു ചെയ്യണം? ഓപ്ഷൻസ്: ശ്രദ്ധിച്ച് ഇൻ്റർസെക്ഷനിലേക്ക് പ്രവേശിക്കുക. ബി. മറ്റ് ഡ്രൈവർമാരെ അലേർട്ട് ചെയ്യുന്നതിനായി ഹോൺ മുഴക്കുക. സി. കുറഞ്ഞ വേഗതയിൽ കവലയിലൂടെ ഡ്രൈവ് ചെയ്യുക. ഡി. പ്രവേശിക്കുന്നതിന് മുമ്പ് ട്രാഫിക് ക്ലിയർ ആകുന്നതുവരെ കാത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് പ്രവേശിക്കുന്നതിന് മുമ്പ് ട്രാഫിക് ക്ലിയർ ആകുന്നതുവരെ കാത്തിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.